പ്രിയ ഷാലോം ടി വി പ്രേക്ഷകർക്ക് എൻ്റെ ആശംസകൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് 4 സുവിശേഷങ്ങളും വളരെ ക്രെഡിബിൾ വിശ്വാസ്യങ്ങളാണ്, സംശയിക്കേണ്ട. ഏതാണ് 4? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് 4 സുവിശേഷങ്ങൾ? മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്ന 4 പേര്. ഇംഗ്ലീഷിലാണെങ്കിൽ മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ. ഈ 4 പേരും എഴുതിയ സുവിശേഷങ്ങൾ 4ഉം അതേപടി വിശ്വാസ്യങ്ങളാണെന്ന് മാത്രമല്ല ഒരേ സന്ദേശമാണ്. 4 സുവിശേഷങ്ങളെന്ന് പറഞ്ഞാലും വാസ്തവം പറയുകയാണെങ്കിൽ ഒരു സുവിശേഷം. കാരണം എന്താണ്? പരമ്പരാഗതമായിട്ട് നമ്മൾ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, പള്ളി വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിശ്വയുടെ സുവിശേഷങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ. ഗോസ്പൽ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു, അക്കോർഡിംഗ് ടു മാർക്ക്, ലൂക്ക്, യോഹന്നാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സുവിശേഷം 4ഉം ഒരേ സുവിശേഷം കർത്താവിശ്വയുടെ സുവിശേഷമാണ്. ഇവരൊക്കെ സുവിശേഷങ്ങൾ രചിച്ചവർ അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടുള്ളവരാണ്. പരിശുദ്ധാത്മനിവേശനത്തെ അതാണ് വേറെ ഓർത്തിരിക്കാനുള്ളത്. ഈ സുവിശേഷങ്ങളും പുതിയ ബൈബിൾ എന്നൊക്കെ പറയുന്നത് ഈ വല്ല ഹിസ്റ്ററിയോ ജോഗ്രഫിയോ മറ്റുള്ള പുസ്തകങ്ങളോ പോലെയുള്ളതല്ല. ഇത് ദൈവനിവേശിത ഗ്രന്ഥങ്ങളാണ്. ദൈവനിവേശനം, ഇൻസ്പയർഡ് ബൈ ഗോഡ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തിവിശേഷത്തോടെയാണ് എഴുതപ്പെട്ടത്. അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്പിരേഷൻ, എഴുതേണ്ട കാര്യങ്ങൾ കൂടുതൽ സ്പഷ്ടമാക്കി ദൈവം അവർക്ക് കൊടുക്കും, അവരുടെ മനസ്സിൽ തെളിയിച്ചു കൊടുക്കും. എഴുതേണ്ട പദപ്രയോഗങ്ങൾ പോലും ഭാഷകൾ പോലും തിരഞ്ഞെടുക്കുന്നവരെ സഹായിക്കും. ഇതാണ്. അല്ലാതെ വെറുതെ അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മളാരും ഈ വളരെ ലാഘവത്തോടെ നിലത്തെറിയോ അവിടെ എവിടെയോ വലിച്ചെറിയോ ഒന്നും ചെയ്യുക. ഒന്ന് മിസ്റ്റിക് അനുഭവത്തിൻ്റെ ഒരു സഹായം കൂടി ഈ ബൈബിൾ എഴുത്തുകാർക്കുണ്ട്. രണ്ടാമത്തെ പോയിൻ്റ്, പല കാലത്തും എല്ലാവരും കേട്ട് കേൾവി വെച്ചത് എഴുതിയിട്ടൊന്നുമല്ല. ആദ്യകാലത്ത് തന്നെ ഇവരോട് അതിനെ പറയാം, കർത്താവിൻ്റെ കൂടെ ജീവിച്ചിരുന്നവരും കർത്താവിനെ തൊട്ടറിഞ്ഞവരുമാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നിയവരൊക്കെ വല്ലപ്പോഴൊക്കെ അവിടെ കേട്ട് കേൾവിയെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ളൂ. അല്ല, കർത്താവ് ഈശോ ഉയർത്തെഴുന്നേറ്റ് ആ കാലഘട്ടത്തിൽ തന്നെ ഞായറാഴ്ചയുടെ പിറ്റേ ദിവസം തന്നെ ശിഷ്യന്മാരെന്താ ചെയ്തേ? ക്രൈസ്റ്റ് ഹാസ് റിസൺ, ക്രൈസ്റ്റ് ഹാസ് ഡയഡ്, ക്രൈസ്റ്റ് ഹാസ് റിസൺ, വി ആർ വിറ്റ്നസസ് ടു ഇറ്റ്. കർത്താവ് ഈശോ ക്രൂശിക്കപ്പെട്ട് മരിച്ചെങ്കിലും അത്ഭുതകരമായി പ്രതാപപൂർണനായി 3-ാം ദിവസം രാവിലെ, ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പിക്കപ്പെട്ടെന്നുള്ളതല്ല, ഉയർപ്പിക്കപ്പെട്ടെന്നുള്ള തർജ്ജമയൊക്കെ അത് ശ്രദ്ധയില്ലാതെ അവർ ചെയ്യുന്ന ഉയർത്തെഴുന്നേറ്റുന്ന യകേർത്തെ. ഇപ്പം ആദ്യ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന സത്യത്തിൻ്റെ ഇവരുടെ രേഖാമൂലമായിട്ടുള്ള റെക്കോർഡുകളാണ് ഈ കാണുന്നത്. അത് വല്ല കാലത്തൊന്നുമല്ല. ഇപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റും കർത്താവിൻ്റെ പീഡാസഹനമരണം ഉത്ഥാനം എല്ലാം വളരെ ഫ്രഷായിട്ട് മനസ്സിൽ നിലനിന്നിരുന്ന കാലത്ത്, അപ്പസ്തോലന്മാരുടെ കാലത്തും അവരിൽ നിന്ന് കേട്ട മറ്റു മനുഷ്യരുടെ മറമ്മിലും എല്ലാം കൃത്യമായി തെളിഞ്ഞു നിന്ന സത്യങ്ങൾ പരിശുദ്ധാത്മ പ്രചോദിതരായിട്ട് എഴുതിയതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ബൈബിൾ അങ്ങനെ. പിന്നെ അതിന് വേറെ തെളിവ് നോക്ക്. ലൂക്കാ സുവിശേഷം എന്താ പറയുന്നത്? ലൂക്ക ആരായിരുന്നു? പൗലോസ്ലിഹായുടെ ഈശോയുടെ നേരിട്ട് ദർശനം വഴി ക്രിസ്തുമതത്തിൻ്റെ പരമശത്രുവായിരുന്ന ആ പൗലോസ് കർത്താവിൻ്റെ പ്രവാചകൻ, കർത്താവിൻ്റെ പ്രശിഷ്യനായിട്ട് എഴുന്നള്ളി. എഴുന്നള്ളി പ്രഖ്യാപിച്ചു. അദ്ദേഹം ജീവിതം മുഴുവൻ അതിനോട് ചെലവഴിച്ചു. ആ കർത്താവിന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറായത്, ബലി കഴിക്കുകയും ചെയ്ത ആ പൗലോസ്ലിഹായുടെ ശിഷ്യനാണ് ലൂക്ക. ലൂക്ക മഹാപണ്ഡിതനുമായിരുന്നു. ആ ഗ്രീക്കൊക്കെ വായിച്ചു നോക്കിയറിയാം. നല്ല പാണ്ഡിത്യമുള്ള നല്ല സാഹിത്യവാസനയുള്ളത്. ലൂക്ക എഴുതുന്നു, പലരും കർത്താവിനെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിലും ഞാനും എഴുതാൻ പോവുകയാണ്. കർത്താവിൻ്റെ സുവിശേഷം അപ്പസ്തോലന്മാരുടെ നടപടിയൊക്കെയായി എഴുതുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണവും പരീക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് വളരെ കൃത്യവുമായിട്ട് ഓർഡർലി ആയിട്ട് ഞാൻ എഴുതുകയാണ്, ക്രമീകൃതമായിട്ട്. അപ്പസ്തോലന്മാരിൽ കടന്നേ കർത്താവിൻ്റെ സുവിശേഷന്മാർ 4 പേരിൽ മത്തായിയും യോഹന്നാനും കർത്താവിൻ്റെ കൂടെ 3 വർഷക്കാലം ജീവിച്ച് അവിടുത്തെ നിബന്ധനകൾ പോലും ആഗ്രഹിച്ച് കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും
പ്രബോധനങ്ങളും അത്ഭുതങ്ങളും എല്ലാം എല്ലാറ്റിലുപരി കർത്താവ് ഈശോമിശിഹായുടെ പീഡാസഹന മരണ ഉദ്ധാരങ്ങളും എല്ലാം ഉണ്ട് ദൃക്സാക്ഷിയായി ജീവിച്ചവരാണ് ഇവർ. മത്തായി. യോഹന്നാനോ അതുപോലെ തന്നെ. യോഹന്നാൻ മരിക്കുന്നത് ഏകദേശം 100 വയസ്സിന് ശേഷം. യോഹന്നാൻ മരിക്കുമ്പം പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ഈ യോഹന്നാന് 100 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു. യോഹന്നാൻ ശ്ലീഹ ഈശോയേക്കാൾ ഏകദേശം 10 വയസ്സ് പ്രായം കുറഞ്ഞ ആളായിരുന്നു. അപ്പോൾ ഏകദേശം 110-ാം ആണ്ട് AD 110-ാം ആണ്ടാണ് യോഹന്നാൻ്റെ മരണം. യോഹന്നാന് മറ്റുള്ള പറയുന്ന കേട്ടും കേൾവിയും മറവിയൊന്നും ഇല്ലായിരുന്നു. എന്നും പറഞ്ഞ് തഴമ്പിച്ച ആ കാര്യം. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിന് പ്രത്യേക സഹായം കൂടെയുള്ള ആ യോഹന്നാനാണ് കർത്താവിന് കൂടെ 3 വർഷം ഒരുമിച്ച് ജീവിച്ചത്. എല്ലാത്തിനും ദൃക്സാക്ഷിയായ യോഹന്നാനാണ്. കർത്താവിൻ്റെ മാറിൽ ചേറി കിടന്നുകൊണ്ട് ദിവ്യരഹസ്യങ്ങൾ പോലും ഗ്രഹിച്ച അങ്ങനെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. കണ്ടോ, യോഹന്നാൻ എഴുതിക്കുന്നവർക്ക് 21 അധ്യായം എഴുതിച്ച് യോഹന്നാൻ എന്താ എഴുതുന്നത്? ഈ സുവിശേഷത്തിൽ ഞാൻ കണ്ടതാണ് ഈ കാര്യം, കണ്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുഹൃദയം കുത്തി തുറക്കുന്നതും രക്തവും വെള്ളം ഒഴുകുന്നതൊക്കെ കണ്ടയാൾ ഞാൻ തന്നെയാണ്. കുരിശിൻ്റെ അവിടെ നിന്ന് കണ്ടയാൾ ഞാൻ തന്നെയാണ് ഈ എഴുതുന്നത് എന്നിട്ട് പറയുന്നു. ഞാൻ എഴുതിയ 21 അധ്യായങ്ങൾക്ക് ശേഷം ഇനിയും കിടക്കുന്ന വേണേൽ ഒരുപാട് എഴുതാൻ. അവയിൽ എഴുതാൻ വേണമെങ്കിൽ ഈ ലോകത്തിൽ പുസ്തകം കൊണ്ട് നിറയായിരിക്കും എന്നാണ്. ഇപ്പം ചുരുക്കത്തിൽ ദൃക്സാക്ഷിയായിരുന്ന കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ആ സ്മരണ സജീവമായി നിലനിന്നിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തിയാൽ എഴുതപ്പെട്ടതാണ് ഈ സുവിശേഷം. അല്ലാതെ ചുമ്മാ പല കാലത്തും. അതുപോലെ തന്നെ യോഹന്നാൻ, പിന്നെ മത്തായി, ചുങ്കക്കാരൻ മത്തായി, നാല് നല്ല എഴുത്തും വായനയൊക്കെ നല്ല വിവരം ഉണ്ടായിരുന്നു. നല്ല ഭാഷയിൽ എഴുതാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ഗ്രീക്കും ഹീബ്രുവും ലാറ്റിനൊക്കെ അന്നത്തെ പലസ്തീനയിലെ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ സാമാന്യം വായിക്കാനൊക്കെ അറിയാമായിരുന്നു, കുറച്ച് മനസ്സിലാകുമായിരുന്നു. തെളിവെന്താ? INRI എന്ന കർത്താവിൻ്റെ കുരിശിന് മുമ്പിൽ കർത്താവിൻ്റെ കുറ്റാരോപണം എന്ന വട്ടിൽ എഴുതിയിട്ട് യേസൂസ് നസറേനൂസ് റെക്സ് യൂദയോരും യൂദന്മാരുടെ രാജാവായ നസാൻ എന്നുള്ള ഗ്രീക്കിലും ലാറ്റിനിലും ഹീബ്രുവിലും ഒക്കെ എഴുതി വെച്ചിട്ടും അത് വായിച്ചവർ പുച്ഛിച്ച് കർത്താവിനെ പുച്ഛിച്ച് അവഹേളനാപൂർവ്വം തലകുലുക്കിയിരുന്ന് സുവിശേഷം വായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാമാന്യ ഈ ഭാഷ എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് സുറിയാനിയായിരുന്നു നമ്മുടെ അപ്പസ്തോലന്മാരുടെ ഭാഷയെങ്കിലും അവർക്ക് ആവശ്യത്വം കുറേയെല്ലാം പറയാൻ മലയാളം കൂടെ ഗ്രീക്കിലാണ് ഇപ്പോഴത്തെ ന്യൂ ടെസ്റ്റ്മെൻ്റ് അറിയാമല്ലോ, ഗ്രീക്കിലേക്ക് പകർത്താനും പിന്നെ സെക്രട്ടറിമാരെ ആളുകളെ സഹായത്തോടു കൂടി. ഇന്നിപ്പോൾ ഞാനൊക്കെ ഞങ്ങൾക്ക് ജർമ്മനിയൊക്കെ ജില്ലയാണ്, എനിക്കറിയാം ജർമ്മൻ സാമാന്യമൊക്കെ എന്ന് എഴുതിയാൽ അത്ര പെർഫെക്റ്റ് ആകുകയില്ലാത്തതുകൊണ്ട് ഞാനെന്താ ചെയ്ത് ഇംഗ്ലീഷിൽ ജർമ്മനിലൊക്കെ ആയിട്ട് എഴുതും, മറ്റുള്ളവർ സഹായിക്കും. അതുകൊണ്ട് അപ്പം ഭാഷാപരമായി നോക്കിയാലും സുവിശേഷങ്ങളൊക്കെ വളരെ വിശ്വാസമാണ്. യോഹന്നാൻ, പിന്നെ മത്തായി, ചുങ്കക്കാരൻ മത്തായി നമ്മൾ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം ആദ്യം സുറിയാനിയിൽ എഴുതിയെന്ന് പറയുന്നതുകൊണ്ട് ഏതായാലും വേണ്ടി എങ്ങനെയായാലും വേണ്ടിയ. പിന്നെ മർക്കോസ് ആരായിരുന്നു? അപ്പസ്തോല പ്രമുഖനായ പത്രോസിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. പൗലോസിൻ്റെ ചെറിയ ശിഷ്യനായിരുന്നു ലൂക്ക. ഇവരെല്ലാം കൃത്യമായി ലൂക്ക പ്രത്യേകം പറയുന്നുണ്ട്. ലൂക്കയായിരുന്നു മിക്കവാറും AD 50 അടുത്താണ് ലൂക്ക സുവിശേഷം രചിക്കുന്നത്. പറയും, ഞാൻ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്ത് കിട്ടാവുന്ന സോഴ്സെല്ലാം പരിശോധിച്ച് വളരെ പ്രമേയമായിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ഇതൊന്നും കേട്ട് കേൾവിയൊന്നുമില്ല. ഒരു 19 വർഷം 100 വർഷം കഴിഞ്ഞ് പലപ്പോഴും എന്താണെന്ന് സംഭവിച്ചെന്നൊക്കെ ഇന്ന് എഴുതുന്നില്ല. കർത്താവിന് മരിച്ചതിൻ്റെ ഉയർത്തെഴുന്നതിൻ്റെ പിറ്റേ ദിവസം മുഴുവൻ പ്രഘോഷിച്ചിരുന്ന ആ സത്യത്തിൻ്റെ രേഖാമൂലമായിട്ടുള്ള റെക്കോർഡുകളാണിതൊക്കെ. യാതൊന്നും സംശയിക്കണ്ട. 2 പേര് അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. പിന്നെ രണ്ടാമത് എന്നായിരിക്കും മിക്കവാറും എഴുതിയത് നമുക്കറിയാം വളരെ വ്യക്തമായിട്ട്. പത്രോസ്ലീഹായും പൗലോസ്ലീഹായും രക്തസാക്ഷികളായിട്ട് വധിക്കപ്പെട്ടത് AD 64 മുമ്പാണ്. കാരണം എന്താ? AD 64 ക്രൂരനായ നീറോ ചക്രവർത്തി അവിടെ ജെറൂസലത്തിന് തീ വെച്ച്, പട്ടണത്തിന് തീ വെച്ച് കാളി കത്തുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി ഈ നീറോ ചക്രവർത്തി തന്നെ തീ വെച്ചതാണ്. എങ്ങനെ വേണ്ടിയല്ല, ക്രിസ്ത്യാനികളുടെ മേൽ കുറ്റം ആരോപിക്കാനും വേണ്ടി അയാൾ തന്നെ തീ വെച്ചാലും വേണ്ടി. ഏതായാലും AD 64 ജൂലൈ മാസത്തിലാണ് ഈ ഭയങ്കരം കോൺഫ്ലഗ്രേഷൻ, വലിയ അഗ്നിബാധ ജെറൂസലത്തിനുണ്ടായത്. ആ വർഷമാണ് ക്രിസ്ത്യാനികളാണ് ഇതൊക്കെ ചെയ്യുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട നല്ല വിശുദ്ധമായിട്ടുള്ള നമ്മുടെ പത്രോസ്ലീഹായെയും
പൗലോസ്ലിയായെയും നീറോ വധിച്ചത്. പത്രോസ്ലിയ തല കീഴായി കുരിശിക്കപ്പെട്ടുവെന്നും പൗലോസ്ലിയ ഗളച്ഛേദം ചെയ്യപ്പെട്ടുവെന്നാണ് പാരമ്പര്യം. ഏതായാലും വേണ്ടത്. അപ്പോൾ 64 ഈ സുവിശേഷങ്ങളിൽ പത്രോസ്ലിഹായുടെ ശിഷ്യനായ മർക്കോസോ പൗലോസ്ലിഹായുടെ ശിഷ്യനായ ലൂക്കായോ ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ശിഷ്യപ്രമുഖന്മാർ, കർത്താവ് ശിഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചതിന് ശേഷമാണ് ഈ എഴുതപ്പെട്ടെങ്കിൽ പ്രത്യേകം പറയുക കണ്ടില്ലേ, ഞങ്ങളുടെ ഗുരുശ്രേഷ്ഠനായ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക അപ്പസ്തോലനായ പത്രോസും പൗലോസും വധിക്കപ്പെട്ടു. അതിന് ഒരു ഫുട്നോട്ട് പോലുമില്ല, ഒരിടത്തുമില്ല. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്ന ഈ AD 64 മുമ്പ് തന്നെ സുവിശേഷങ്ങൾ വിരചിതങ്ങളായി. കണ്ടോ, 64 പറഞ്ഞാൽ ഈശോ മരിക്കുന്നത് AD 33 ചില കണക്കിന്, ചിലർ AD 30 10-30 ഈശോ മരിച്ച് 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുക. അതിന് മുമ്പ് തന്നെയാണ് സുവിശേഷങ്ങൾ വിരചിതങ്ങളായി. രണ്ടാമത്, കർത്താവിശ്വാംശിയ കരഞ്ഞുകൊണ്ട് പ്രവചിച്ച ജെറൂസലം ദേവാലയത്തിന് നാശം സംഭവിച്ചത് AD 70 നമുക്കറിയാം. റോമൻ ചക്രവർത്തിയായിരുന്ന വെസ്പേഷ്യൻ സൈന്യസമേതം ചെന്ന് വിട്ടുകരിച്ച് ജെറൂസലം ദേവാലയം കല്ലിന്മേൽ കല്ലില്ലാതെ നശിപ്പിച്ചു. കർത്താവിശ്വാംശിയുടെ സുവിശേഷങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ പറയാതിരിക്കുമോ? കണ്ടില്ലേ, കർത്താവ് അന്ന് പ്രവചിച്ച ആ ജെറുസലേം നാശം കണ്ടില്ലേ എന്ന് പറയുമോ? നേരെ മറിച്ച് ഈ സുവിശേഷന്മാരിൽ ഒരിടത്ത് പോലും ജെറുസലേം ദേവാലയത്തിൻ്റെ നാശം ലോകപ്രസിദ്ധമായിട്ടുള്ളത് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? മറ്റു വാക്കിൽ പറഞ്ഞാൽ AD 70 കർത്താവിശ്വാംശിയായുടെ മരണത്തിന് ശേഷം 35 വർഷത്തിന് മുമ്പ് തന്നെ ഈ സുവിശേഷങ്ങൾ വിരചിതങ്ങളായി. കണ്ടോ, കാലം വെച്ച് നോക്കിയാൽ. ഇവിടെ നമ്മുടെ ഇപ്പോൾ ചിലർ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലർ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തുന്നത്. ശിഷ്യന്മാരൊക്കെ മരിച്ച അനേകം വർഷം കഴിഞ്ഞ് വേറെ ആരുടെ കഴിയുക ഒന്നുമല്ല. ദൃക്സാക്ഷികൾ തന്നെ ആ ഈശോയുടെ വീടാനുഭവ ഉത്ഥാനത്തിൻ്റെയൊക്കെ മരണ സജീവമായിരുന്ന കാലത്ത് തന്നെ ചെയ്തിട്ടുള്ളതാണ്, സംശയിക്കേണ്ട. പിന്നെ വേറെ കാര്യം കൂടെ, മാനുസ്ക്രിപ്റ്റ്. AD 3 കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഏകദേശം 200 എഴുതപ്പെട്ട ഗ്രീക്ക് ലിമിറ്റൊക്കെ എഴുതിയിരിക്കുന്ന ഹസ്തലിഖിതങ്ങൾ, മാനുസ്ക്രിപ്റ്റ്സ് ലോകത്തിലെ പല ഭാഷകളുണ്ട്. പിന്നെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായപ്പോൾ 50 പേരെ വിളിച്ച് നല്ല സുന്ദരമായ ഗ്രീക്ക് ഭാഷയിൽ അക്ഷരത്തിൽ കർത്താവ് ബൈബിൾ മുഴുവൻ പകർത്തിച്ചു. അതിൽ ഇപ്പോഴേ 3 കോപ്പികളുണ്ട്. ഞാൻ ഒരു കോപ്പി കണ്ടു. ഒന്ന് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 2 വാറ്റിക്കൻ ലൈബ്രറിയിൽ, 3 മോസ്കോയിലെ ലൈബ്രറി. കർത്താവിശോയുടെ മരണത്തിന് ശേഷമാണ് 200 വർഷങ്ങൾക്ക് ശേഷം AD 30-300 ആ എഴുതപ്പെട്ട ഈ പുസ്തകം ഇന്ന് നമുക്കുള്ള ബൈബിളിൻ്റെ അതേ കോപ്പി, അന്നത്തെ ബൈബിൾ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ആരും പറയുകയില്ല പിന്നീട് ആരാണ് തട്ടിക്കൂട്ടിയതാണ്. പിന്നെ ഏകദേശം AD 150 ഈജിപ്തിലെ ഗുഹയിൽ നിന്ന് കണ്ടെടുത്ത യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഏതാനും വാക്യങ്ങൾ ഇപ്പോഴും നമ്മളുള്ള ബൈബിളിൻ്റെ അതേ കോപ്പി. അപ്പോൾ ചുരുക്കത്തിൽ ഈ 3-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ഒക്കെ ബൈബിൾ തന്നെയാണ് ഇന്നും നമുക്ക് ആ ബൈബിൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. വ്യത്യാസം എന്ന് പറയാൻ കാരണം ചിലർ പറയും വേറെ ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പകർത്തിയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ബൈബിളും 4 വളരെ ഗോസ്പൽസ് 4 യഥാതഥം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കണ്ടവരാണ് ഇരിക്കുന്നത് ഐ വിറ്റ്നസ്, അല്ലെങ്കിൽ ഐ വിറ്റ്നസ് ദൃക്സാക്ഷികളിൽ നിന്ന് കിട്ടുന്ന വിശ്വാസികൾ. ഇവരൊക്കെ എഴുതുമ്പോൾ കർത്താവിശ്വയുടെ ശിഷ്യന്മാരും കർത്താവിശ്വാംശയോട് തന്നെ സഹോദരനെ ബന്ധപ്പെട്ടവരും പിന്നെ കസിൻസും പിന്നെ മാതാവിൻ്റെ ബന്ധപ്പെട്ടവരും യോസേപ്പ് പിതാവിന് ധാരാളം ആളുടെ അവരെല്ലാം ചോദിച്ച് യഥാതഥം കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം ശ്രദ്ധാപൂർവം പ്രാർത്ഥനാ സമന്വിതം എഴുതിയിട്ടുള്ളതാണ് ബൈബിൾ. ഇൻസ്പയർഡ് അണ്ടർ ദ റിട്ടൺ ബൈ ദ ഹോളി സ്പിരിറ്റ് ഇൻസ്പിരേഷൻ. അപ്പോൾ അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും സംശയിക്കേണ്ട. സുവിശേഷങ്ങൾ പൂർണ്ണമായും വിശ്വാസം. പിന്നെ 4 വിശേഷങ്ങൾ അല്പസ്വല്പം വിവരങ്ങൾ, ചില ദീർഘമാണ്, കുറച്ച് ഷോർട്ടാണ്. അതിന് കാരണം ഒരു വല്ല പ്രസംഗകൻ പ്രസംഗിക്കുമ്പോൾ 4 റിപ്പോർട്ടേഴ്സ് ആ റിപ്പോർട്ട് എഴുതിയിരിക്കും. ഒരാളുടേത് അല്പം ദീർഘമായിരിക്കും, ഒരാൾ കുറച്ച് ഹ്രസ്വമായിരിക്കും, ഒരാൾ ചിലപ്പം പ്രസംഗകൻ പറഞ്ഞാൽ തമാശകൾ വിട്ടുന്നിരിക്കും, ചിലയിടത്ത് പ്രസംഗകൻ ആളുകളുടെ ഗ്രഹണത്തിന് വേണ്ടി സുഗ്രഹണത്തിന് വേണ്ടി ആവർത്തിച്ചിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ദീർഘമായിരിക്കാം, ഷോർട്ടായിരിക്കാം, പക്ഷേ കാര്യം ഒന്ന് തന്നെ. കർത്താവിശ്വയുടെ രക്ഷാകര കർമ്മം
അവിടുത്തെ അവിടെ അത്ഭുതങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, അവിടുത്തെ പീഡാസഹനം, മരണോത്ഥാനം എല്ലാം വ്യക്തമായി. അതുകൊണ്ട് നമുക്ക് ഇത്ര വിശിഷ്ടമായ ഒരു ദിവ്യഗ്രന്ഥം ബൈബിൾ ലഭിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ നിയമം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ശ്രദ്ധാപൂർവം വായിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ബൈബിൾ തീർച്ചയായിട്ടും വിശ്വാസികളെ ക്രെഡിബിൾ ബുക്സ് ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ്. അതുകൊണ്ട് സംശയിക്കേണ്ട. നമുക്ക് നമ്മുടെ പ്രബോധനങ്ങൾക്കും പിന്നെ എല്ലാ ജീവിതചര്യകൾക്കും എല്ലാം ആധാരമായി നിൽക്കുന്നത്. പിന്നെ നമ്മളെ പഠിപ്പിക്കാനൊക്കെ സഭാധികാരികൾ വേറെയുണ്ട്. ഏതായാലും ദൈവത്തിൻ്റെ ഈ പ്രത്യേക ക്രമീകരണത്തിന് പ്രത്യേകം നന്ദിയുള്ളവരായിരിക്കുകയും വേണം. ചിലയിടത്തെല്ലാം പ്രചരിച്ചിട്ടുള്ള ഒരു കെട്ടുകഥയാണ്. ഈ അപ്പസ്തോലന്മാരുടെ കാലത്തൊന്നുമല്ല എഴുതിയിരിക്കുന്നത് സുവിശേഷം. പിന്നിൽക്കാലത്തെങ്ങാണ്ട് ആരാണ്ടോ കേൾവി ഓർമ്മയിലൊക്കെ ഇരിച്ചാണ്. അത് തെറ്റാണെന്ന് നമ്മളിപ്പോൾ കാര്യകാരണ സഹിതം തെളിയിച്ചു കഴിഞ്ഞു. കാരണം AD 70 നടന്ന കാര്യം മിണ്ടാതിരിക്കുമോ? സംഭവിച്ചത് കർത്താവിൻ്റെ പ്രവചനം പൂർത്തീകരിച്ച ശേഷമാണ് ഈ ഗോസ്പൽ എഴുതുന്നെങ്കിൽ കണ്ടില്ലേ കർത്താവ് എന്ന് പറഞ്ഞ പോലെ നടന്നതെന്ന് പറയാതിരിക്കുമോ? യാതൊരുമില്ല. പത്രോസ്ലിയായുടെ പ്രിയ ശിഷ്യനായ മർക്കോസ് മിണ്ടാതിരിക്കുമോ പത്രോസ്ലിയായുടെ രക്തസാക്ഷിത്വത്തെപ്പറ്റി? അപ്പം ഈ രക്തസാക്ഷിയായ പത്രോസ് മരിക്കുന്ന 64 അപ്പോൾ അതിനു മുമ്പ് തന്നെ സുവിശേഷങ്ങൾ എഴുതപ്പെട്ട് കണ്ട് എന്തെല്ലാം തെളിവുകൾ. പിന്നെ മാത്രമോ പരമ്പരാഗതമായിട്ട് നമ്മുടെ സഭാമണ്ഡലത്തിലിരിക്കുന്ന ആർക്കും ഒരു സംശയമില്ല. അതുമാത്രമല്ല, തർജ്ജമകൾ, ബൈബിളിൻ്റെ തർജ്ജമകൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ തർജ്ജമകൾ ലോകത്തിലെ ഒരുപാട് ഭാഷകളിൽ പഴയ തർജ്ജമകളുണ്ട്. സുറിയാനിയിലൊക്കെ ആണെങ്കിൽ ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കർത്താവിൻ്റെ ഭാഷയിലേക്ക് തന്നെ ഗ്രീക്കിൽ എഴുതപ്പെട്ടത് തർജ്ജമയുണ്ട്. ചിലർ പറയുന്നു ആദ്യം സുറിയാനിയിൽ എഴുതിയിട്ട് പിന്നെ ഗ്രീക്കിൽ. ഏതാൻ വേണ്ടിയല്ല, ഇപ്പം ഈ ഹസ്തലിഖിതങ്ങളുടെ തന്നെ ഹസ്തലിഖിതങ്ങൾ എത്രയോ കിടക്കുന്നു. പിന്നെ ആളുകളുടെ പരമ്പരാഗതമായ അനിശ്ചിതമായ ഒരിക്കലും ബ്രേക്കില്ലാത്ത അനിശ്ചിതമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് പാർച്ച്മെൻറ്റ് അന്ന് എഴുതുന്ന പാർച്ച്മെൻറ്റിലാണ് ഈ ആട്ടുംതോല് അല്ലെങ്കിൽ കന്നുകാലിക്കടാക്കട തവല് പ്രത്യേകം പ്രോസസ്സ് ചെയ്തെടുത്ത് ഉണങ്ങിയെടുത്ത് അതിലാണ് എഴുതുന്നത്, കേടുവരാതിരിക്കാൻ. ഞാൻ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. വത്തിക്കാനിലും ബ്രിട്ടീഷ് ലൈബ്രറിയിലും ഒക്കെ. ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ലൈബ്രറിയാണ്. ഞാൻ അവിടെ 2 കൊല്ലം പഠിച്ചിട്ടുള്ള ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പാർച്ച്മെൻറ്റ് കേടുവരാതെ ചുരുട്ടി റോൾസായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പം സുവിശേഷങ്ങൾ പോലെ ഇത്രയും മൈന്യൂട്ടായിട്ട് കാർബൺ 14 ഡേറ്റിംഗ് വെച്ച് പരിശോധിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളുമില്ല. അപ്പം AD 300 എഴുതപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞ കോൺസ്റ്റൻറ്റൈൻ എഴുതിച്ച ആ കോൺസ്റ്റൻറ്റൈൻ കോഡക്സ് ഒരുപാട് ഗവേഷണങ്ങൾക്ക് വിധേയമായി. അതിൻ്റെ അല്പമറ്റൊരു വ്യക്തമായിട്ട് മനസ്സിലായി. റിട്ടൺ അബൌട്ട് 300 AD. നമുക്ക് കാലഗണന. പിന്നെ അപ്പസ്തോലന്മാർ സഭയെ നയിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാർ ധാരാളം. അപ്പോൾ ഈ സുവിശേഷമൊക്കെ അവർ വളരെ കൃത്യമായിട്ട് തന്നെ പരീക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. സുവിശേഷം മാത്രം നടക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. AD 300 അടുത്താണ് 300 കൂടിയാണ് എല്ലാ വീടുകളിലൊക്കെ സുവിശേഷ സാമാന്യം ഒരു കോപ്പി കിട്ടിയത്. അതിനു മുമ്പും ആളുകൾ ജീവിച്ചിരുന്നത് അപ്പസ്തോലന്മാരുടെയും മറ്റും വോക്കൽ ലിവിങ് വോയിസ് അനുസരിച്ചും അവരുടെ നിർദ്ദേശം അനുസരിച്ചുമായിരുന്നു.